നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഫ്ലട്ടറിൽ കണ്ടെയ്നർ വിഡ്ജറ്റ് ആണ്. സോ കണ്ടെയ്നർ വിഡ്ജറ്റ് എന്ന് പറയുന്നത് നമുക്കൊരു പാരൻറ്റ് വിഡ്ജറ്റായി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിനുള്ളിൽ നമുക്ക് ഒരുപാട് മറ്റു വിഡ്ജറ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ചൈൽഡ് വിഡ്ജറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. സോ അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഒരുപാട് വിഡ്ജറ്റുകളുടെ ഒരു പാരൻറ്റ് വിഡ്ജറ്റ് അല്ലെങ്കിൽ ഒരു കണ്ടെയ്നർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മളിവിടെ കാണുന്നത് പോലെ നമ്മളിപ്പോൾ ഇതിനുള്ളിൽ ഹലോ വേൾഡ് എന്ന് പറയുന്ന ടെക്സ്റ്റ് മാത്രമാണ് കൊടുത്തത്. ഓക്കെ, ഇതുപോലെ കൊടുക്കാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഇതിനുള്ളിൽ ഇമേജസ് കൊടുക്കാൻ സാധിക്കും. നമുക്ക് മറ്റുള്ള എല്ലാ വിഡ്ജറ്റും നമുക്ക് കൊടുക്കാൻ സാധിക്കും. സോ നമ്മളിപ്പോൾ ഇവിടെ ടെക്സ്റ്റ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. സോ ഈ ഒരു വിഡ്ജറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് ഉദാഹരണമായി മാർജിൻ, ബോർഡർ, പാഡിംഗ് തുടങ്ങിയൊക്കെ എങ്ങനെ കൊടുക്കാമെന്നും ഒക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. സോ നമുക്ക് VS കോഡ് ഓപ്പൺ ചെയ്യാം. സോ VS കോഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്നു ഇതുപോലെ. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഇവിടെ ഈ എക്സ്പ്ലോറർ എന്ന് പറയുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ലിബ് പറയുന്ന ഫോൾഡർ നമ്മുടെ main.dart ഫയലുള്ള ആ ഫോൾഡറിൽ വരിക, പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം. സോ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പഠിക്കുന്ന ഓരോ വിഡ്ജറ്റും പ്രത്യേകം ഫയലായി നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. സോ ഇങ്ങനെ നമുക്ക് ഓരോ ചാപ്റ്ററിൻ്റെയും ഫയൽ നമ്മൾ സെപ്പറേറ്റ് ക്രിയേറ്റ് ചെയ്യും. സോ നമുക്ക് എപ്പോഴെങ്കിലും ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്കത് പോയി ചെക്ക് ചെയ്യാൻ സാധിക്കും. സോ ഞാനിവിടെ വിഡ്ജറ്റ്സ് എന്ന് കൊടുക്കുന്നു, വിഡ്ജറ്റ്സ് എന്ന് പറയുന്ന ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഇതിനുള്ളിൽ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. സോ container.dart. ഇനി നമ്മൾ വരുന്നത് main.dart ഫയലിലാണ്. സോ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഈ സ്കഫോൾഡ് എന്ന് പറയുന്ന മുഴുവൻ ഭാഗവും നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്യുക. ഓക്കെ, സ്കഫോൾഡ് എന്ന് പറയുന്ന മുഴുവൻ ഭാഗവും നമ്മൾ കട്ട് ചെയ്തു. ഇപ്പോൾ നമുക്ക് മെറ്റീരിയൽ ആപ്പും അതുപോലെ ടൈറ്റിലും ഹോം ഇതുപോലെയുള്ളൂ. ശേഷം നമ്മൾ container.dart നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഈ ഫയലിൽ വരിക. ശേഷം നമ്മളിവിടെ ഒരു സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യാം. സോ ഞാനിവിടെ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. സോ ഇതിനുള്ളിൽ നമ്മൾ ബിൽഡ് എന്ന് പറയുന്ന മെത്തേഡിനുള്ളിൽ വരിക, റിട്ടേൺ എന്ന് പറയുന്ന കീവേഡ്, അതിനുള്ളിൽ നമ്മളിപ്പോൾ അവിടെ നിന്ന് കോപ്പി ചെയ്ത ആ സ്കഫോൾഡ് മുഴുവനും ഇവിടെ പേസ്റ്റ് ചെയ്യുക. സോ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് നമുക്ക് ഈ രണ്ട് സംഭവം ആവശ്യമില്ല. സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് material.dart എന്ന് പറയുന്ന ആ ഒരു പാക്കേജ് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. സോ നമ്മളിവിടെ ഇമ്പോർട്ട് പാക്കേജ് ഫ്ലട്ടർ material.dart ഈ ഒരു പാക്കേജ് ഇമ്പോർട്ട് ചെയ്യാം, സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള എറേഴ്സ് എല്ലാം പോകുന്നതായിരിക്കും. ഇവിടെ നമുക്കൊരു എറർ വരുന്നുണ്ട്, സ്കഫോൾഡിൻ്റെ എറർ. ഓക്കെ, സോ നമുക്കിവിടെ കോമക്ക് പകരം നമുക്കിവിടെ സെമികോളൻ കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു എറർ പോകുന്നതായിരിക്കും. ശേഷം സേവ് ചെയ്യാം. സേവ് ചെയ്ത ശേഷം നമ്മൾ ക്ലാസ് മൈ വിഡ്ജറ്റ് എന്നാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ ക്ലാസ് മൈ വിഡ്ജറ്റ് എന്നാണ് നമ്മുടെ വിഡ്ജറ്റിൻ്റെ പേര്, ക്ലാസിൻ്റെ പേര്. സോ അതാണ് നമ്മളിവിടെ ഉപയോഗിക്കേണ്ടത്. ഓക്കെ, സോ ക്ലാസ് വിഡ്ജറ്റ് മൈ വിഡ്ജറ്റ്, അത് മറക്കരുത്. നമ്മളിവിടെ ചെയ്യേണ്ടത് നമ്മളിവിടെ വന്നതിന് ശേഷം ഹോമിൽ വന്നതിന് ശേഷം ഏത് വിഡ്ജറ്റാണ് നമ്മൾ യൂസ് ചെയ്തത്. സോ നമ്മളിവിടെ മൈ വിഡ്ജറ്റ് ഇതുപോലെ കൊടുത്താൽ മതി, മൈ വിഡ്ജറ്റ്. സോ ഇപ്പോൾ ഇവിടെ ഒരു എറർ ഉണ്ട്, കാരണം നമ്മൾ ഇത് ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. സോ നമ്മളിവിടെ ഇമ്പോർട്ട് എന്ന് കൊടുക്കുക. ഇമ്പോർട്ട് എവിടെ നിന്നാണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ ഡോട്ട് കൊടുത്ത ശേഷം // കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കറണ്ട് ഫോൾഡറിലെ ഫയൽസും ഫോൾഡേഴ്സും കാണാൻ സാധിക്കും. സോ നമ്മൾ വിഡ്ജറ്റിൽ container.dart സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എററും പോകുന്നതായിരിക്കും. സോ ഇവിടെ നമുക്ക് സെയിം റിസൾട്ട് തന്നെ ലഭിക്കുന്നതായിരിക്കും. ഉദാഹരണമായി ഞാനിവിടെ ഹലോ വേൾഡിന് പകരമായി ഇവിടെ നമ്മൾ വന്നതിന് ശേഷം ഹലോ വേൾഡിന് പകരമായി ഹലോ വേൾഡ് ഫ്രം കണ്ടെയ്നർ എന്ന് കൊടുക്കാം. ഹലോ വേൾഡ് ഫ്രം കണ്ടെയ്നർ സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ചേഞ്ച് ആയിട്ടുള്ള ടെക്സ്റ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിനർത്ഥം നമ്മളുടെ പ്രോഗ്രാം സക്സസ്ഫുള്ളി പ്രവർത്തിക്കുന്നുണ്ട്. സോ നമുക്ക് തൽക്കാലം ഇത് വീണ്ടും ഡിലീറ്റ് ചെയ്ത് സേവ് ചെയ്യാം. സോ നമ്മൾ ഇനി main.dart ഫയലിലല്ല container.dart ഫയലിൽ വരുന്നു. സോ ഇവിടെയാണ് നമ്മൾ ഇനി ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ബോഡി എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിൽ വരിക. ബോഡി എന്ന് പറയുന്ന പ്രോപ്പർട്ടിയിൽ വന്നതിന് ശേഷം സെൻറ്റർ എന്ന് പറയുന്ന ആ വിഡ്ജറ്റ് നമ്മൾ കൊടുക്കുക. ഓക്കെ, അതിനുള്ളിൽ ചൈൽഡിനുള്ളിൽ വന്നതിന് ശേഷം നമ്മൾ ഈ ടെക്സ്റ്റ് നമുക്ക് തൽക്കാലം ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്ത ശേഷം നമ്മൾ കണ്ടെയ്നർ എന്ന് പറയുന്ന വിഡ്ജറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. കണ്ടെയ്നർ സേവ് ചെയ്യാം. സോ ഇവിടെ ഒരു എറർ കാണിക്കുന്നുണ്ട്. നമുക്ക് സ്കഫോൾഡിൻ്റെ ഇവിടെ ക്ലോസ് ആയിട്ടുണ്ട്. സോ നമുക്കിവിടെ എക്സ്ട്രാ ഒരു സ്കഫോൾഡിൻ്റെ ഈ ബ്ലൂ കളർ ഇവിടെ ക്ലോസ് ആയിട്ടുണ്ട്. സോ നമുക്ക് എക്സ്ട്രാ ഒരു ബ്രാക്കറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. സോ നമുക്കത് തൽക്കാലം ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് സെമികോളൻ കൊടുക്കാം. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കിവിടെ കമൻറ്റ് നമുക്ക് കാണാൻ സാധിക്കും. സ്കഫോൾഡ് ഇവിടെ ക്ലോസ് ആയിട്ടുണ്ട്. ഓക്കെ, റിട്ടേൺ സ്കഫോൾഡ്. സോ നമുക്ക് എക്സ്ട്രാ ഒരു ബ്രാക്കറ്റ് വന്നിരുന്നു, അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ വന്നത്. സോ നമുക്ക് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടെക്സ്റ്റ് എല്ലാം പോകുന്നതായിരിക്കും. സോ ഇനി നമ്മൾ പഠിക്കുന്നത് കണ്ടെയ്നറിൻ്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസാണ്. നമ്മളിവിടെ കണ്ടെയ്നറിൽ വന്നതിന് ശേഷം നമ്മൾ
സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് കാണാൻ സാധിക്കും. സോ നമ്മൾ ആദ്യമായി കൊടുക്കുന്നത് ചൈൽഡ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. ചൈൽഡ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിനുള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ചൈൽഡ് വിഡ്ജറ്റ്. ഓക്കെ, നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടെക്സ്റ്റ് വിഡ്ജറ്റ് ആണ്. സോ അതിനുള്ളിൽ നമ്മൾ ഹലോ വേൾഡ് എന്ന് തന്നെ കൊടുക്കുന്നു. ഹലോ വേൾഡ് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വരുന്നതായിരിക്കും. അതിനുശേഷം നമുക്ക് അതിൻ്റെ സ്റ്റൈൽ കൊടുക്കാം. സ്റ്റൈൽ നമ്മൾ പഠിച്ചതാണ്, ടെക്സ്റ്റ് സ്റ്റൈൽ ഫോണ്ട് സൈസ് ആണ് നമ്മൾ കൂട്ടാൻ പോകുന്നത്. ഫോണ്ട് സൈസ് നമുക്ക് ഒരു 15 കൊടുക്കാം. 15 സേവ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു 25 കൊടുക്കാം. 25. ഓക്കെ, സോ നമുക്ക് ഇതുപോലെ ഹലോ വേൾഡ് എന്ന് ലഭിക്കുന്നു. നമ്മളിപ്പോൾ കണ്ടെയ്നർ ക്രിയേറ്റ് ചെയ്തു, അതിനുള്ളിൽ ഒരു ചൈൽഡ് വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്തു. അതിന് നമ്മൾ ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് കൊടുത്തു. സോ നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കളർ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. സോ നമ്മൾ താഴെ വരിക, നമ്മളിവിടെ കളർ എന്ന് കൊടുക്കാം. കളറിൽ നമ്മൾ കളേഴ്സ് ക്ലാസ്സിൽ കളേഴ്സ് ഡോട്ട് നമുക്ക് ഏത് കളറാണ് കൊടുക്കേണ്ടത്? സോ നമുക്ക് തൽക്കാലം ഈ യെല്ലോ ആക്സെൻ്റ് എന്ന് പറയുന്ന ഈ കളർ കൊടുക്കാം. ഓക്കെ, സോ നമ്മളിവിടെ യെല്ലോ ആക്സെൻറ്റ് സേവ് ചെയ്യാം. സോ നമുക്കിപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കളർ ലഭിക്കുന്നതായിരിക്കും. സോ നമ്മൾ ഇതിന് ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി കൂടിയുണ്ട്. സോ ആ ഒരു പ്രോപ്പർട്ടി നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചൈൽഡ് വിഡ്ജറ്റിൻ്റെ സൈസ് എത്രയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും ഇതിൻ്റെ ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. സോ നമുക്ക് ഹൈറ്റും വിഡ്ത്തും കൊടുക്കണമെങ്കിൽ നമ്മളിവിടെ വന്നതിന് ശേഷം ഹൈറ്റ് നമ്മളൊരു 200 കൊടുക്കുന്നു. അതുപോലെ വിഡ്ത്ത് നമ്മളൊരു 200 കൊടുക്കുന്നു. സേവ് ചെയ്യാം. സോ നമുക്ക് ഇതുപോലെ ഇപ്പോൾ ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് പ്രോപ്പർട്ടി കൊടുത്തു കഴിഞ്ഞു. സോ ഉദാഹരണമായി ഞാൻ വിഡ്ത്ത് ഇവിടെ 300 കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ളൊരു വിഡ്ത്ത് എനിക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. സോ ഇപ്പോൾ നമുക്കിവിടെ ചെറിയൊരു വാർണിംഗ് വന്നിട്ടുണ്ട്. സോ നമ്മളതിൽ മൗസ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താഴെ വന്നു കഴിഞ്ഞാൽ ക്വിക്ക് ഫിക്സ് എന്ന് കാണാൻ സാധിക്കും. അതിൻ്റെ ക്വിക്ക് ഫിക്സ് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻ തരും, മൂവ് ചൈൽഡ് പ്രോപ്പർട്ടി ടു എൻഡ് ഓഫ് ആർഗ്യുമെൻറ്റ്. സോ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വാർണിംഗ് പോകുന്നതായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് നമ്മൾ താഴോട്ട് ഏറ്റവും അവസാനം ആർഗ്യുമെൻറ്റിൽ ഏറ്റവും അവസാനം ഭാഗത്തോട്ട് മാറ്റുന്നതായിരിക്കും. സോ അപ്പോൾ നമുക്ക് ആ വാർണിംഗ് പോകുന്നതായിരിക്കും. സോ അത്തരം എന്തെങ്കിലും വാർണിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് അതിന് മുകളിൽ മൗസ് വെച്ച് കഴിഞ്ഞാൽ ക്വിക്ക് ഫിക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. അത് ഫിക്സ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻസ് കാണാൻ സാധിക്കും. സോ ഇപ്പോൾ നമ്മൾ വിഡ്ത്ത് കൊടുത്തു കഴിഞ്ഞു. സോ നെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നത് തൽക്കാലം ഞാനിതിൻ്റെ ഹൈറ്റ് വിഡ്ത്ത് ഞാൻ $.infinity എന്ന് കൊടുക്കാം. സോ $.infinity. സോ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കംപ്ലീറ്റ് നമ്മുടെ ഡിവൈസിൻ്റെ എത്രയാണ് വിഡ്ത്ത് ആ ഒരു വിഡ്ത്ത് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ഫുൾ വിഡ്ത്ത് ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. സോ ഇനി നമ്മൾ പഠിക്കുന്നത് മാർജിൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. സോ മാർജിൻ നമ്മൾ കൊടുക്കുന്നത് മാർജിനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ടൈപ്പ് കാണാം, എഡ്ജ് ഇൻസെറ്റ് ജോമെട്രി. ഈ ഒരു വിഡ്ജറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ മാർജിൻ കൊടുക്കുന്നത്. സോ നമ്മളിവിടെ എഡ്ജ് ഇൻസെറ്റ്സ് ഡോട്ട് ഓൾ എന്ന് കൊടുത്ത് അതിനുള്ളിൽ നമ്മളൊരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ 20 കൊടുത്തു കഴിഞ്ഞാൽ സേവ് ചെയ്യാം. കോമ കൊടുക്കാൻ മറക്കരുത്. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 ഭാഗത്തു നിന്നും ഒരു 20 സ്പേസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്കിത് മുകളിൽ നമ്മുടെ ഹൈറ്റ് നമ്മൾ 200 കൊടുത്തത് കൊണ്ടാണ്. സോ നമ്മൾ ഇവിടെയും നമ്മൾ $.infinity കൊടുക്കാം. സേവ് ചെയ്യാം. സോ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4 ഭാഗത്തു നിന്നും ആ 20 എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും, മാർജിനായി ലഭിക്കുന്നതായിരിക്കും. സോ ഞാനിവിടെ 50 കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു രീതിയിലുള്ള സ്പേസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് തൽക്കാലം ഇത് 20 എന്ന് തന്നെ കൊടുക്കാം. സോ നമുക്ക് ഹൈറ്റ് നമുക്ക് വീണ്ടും 300 എന്ന് തന്നെ കൊടുക്കാം. സേവ് ചെയ്യാം. ഈ ഒരു രീതിയിൽ $.infinity 200 ഇവിടെ നമ്മൾ 20 എന്ന് കൊടുക്കുക, ഹൈറ്റ് 300 കൊടുക്കുക. സേവ് ചെയ്യാം. സോ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കുന്നതായിരിക്കും. ഇത്തരത്തിൽ നമുക്ക് മാർജിൻ കൊടുക്കാൻ സാധിക്കും. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് പാഡിംഗ് ആണ്. പാഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഈ കണ്ടെയ്നറിനുള്ളിൽ കൊടുത്തിട്ടുള്ള ചൈൽഡ് വിഡ്ജറ്റും കണ്ടെയ്നറിൻ്റെ ബോർഡറിൽ നിന്ന് എത്ര ദൂരത്തിൽ സ്ഥിതി ചെയ്യണം എന്നാണ് നമ്മൾ പാഡിംഗ് കൊണ്ട് തീരുമാനിക്കുന്നത്. സോ നമ്മൾ HTML പഠിച്ച അതേ ഒരു കൺസെപ്റ്റാണ്. സോ നമ്മളിവിടെ പാഡിംഗ്, ഇവിടെ നമ്മൾ എഡ്ജ് ഇൻസെറ്റ് എന്ന് പറയുന്ന ആ ഒരു വിഡ്ജറ്റാണ്. അതിൽ നമ്മൾ ഓൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ 4 ഭാഗത്തു നിന്നും എത്ര ദൂരത്തിൽ സ്ഥിതി ചെയ്യണം. സോ നമ്മളിവിടെ ഒരു 10 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്കിവിടെ ഒരു സ്പേസ് ലഭിക്കുന്നത്, ചെറിയൊരു സ്പേസ് ലഭിച്ചു. ഓക്കെ, ഇതിൻ്റെ കണ്ടെയ്നറിൻ്റെ ബോർഡറിൽ നിന്ന് നമുക്കൊരു ചെറിയ സ്പേസ് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് 50 കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. സോ ഈ ഒരു രീതിയിൽ മുകളിൽ നിന്നും ലെഫ്റ്റിൽ നിന്നും നമുക്ക്
50 ലഭിച്ചു. സോ കണ്ടന്റ് ഇവിടെ ഉണ്ടെങ്കിൽ ഈ സൈഡിൽ നിന്ന് നമുക്ക് ആ 50 ലഭിക്കുന്നതായിരിക്കും. ഉദാഹരണമായി ഹലോ വേൾഡ് എന്നിങ്ങനെ കൊടുക്കാം. സോ നമുക്ക് ആ ഒരു സ്പേസ് വലിയതായതുകൊണ്ടാണ് നമുക്ക് രണ്ടാമത്തെ ലൈനിലോട്ട് വന്നത്. സോ നമ്മളിവിടെ 30 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം 4 ഭാഗത്തു നിന്നും ആ ഒരു 30 ഡിസ്റ്റൻസ് സ്പേസ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതാണ് പാഡിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്കിവിടെ ഹലോ വേൾഡ് എന്ന് തന്നെ കൊടുക്കാം. ഹലോ വേൾഡ്. സോ നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് അലൈൻമെൻ്റ് ആണ്. നമ്മുടെ കണ്ടെയ്നറിനുള്ളിൽ നമ്മുടെ ചൈൽഡ് വിഡ്ജറ്റ് എങ്ങനെ നമുക്ക് അലൈൻ ചെയ്യാമെന്നാണ് നമ്മൾ പഠിക്കുന്നത്. സോ നമ്മൾ അലൈൻമെൻറ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി, സോ ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത് അലൈൻമെൻറ്റ് ഡോട്ട്, സോ ഏത് ഭാഗത്തോട്ടാണ് നമുക്ക് ഇത് മാറ്റേണ്ടത്. സോ നമുക്ക് ഇതിനെ നമുക്ക് റൈറ്റ് സൈഡിലോട്ട് മാറ്റണമെങ്കിൽ സോ നമുക്ക് ടോപ്പ് റൈറ്റ് എന്ന് കൊടുക്കാം. ടോപ്പ് റൈറ്റ്. സേവ് ചെയ്യാം. സോ നമ്മുടെ കണ്ടന്റ് ഈ ഭാഗത്തോട്ട് മാറുന്നതായിരിക്കും. സോ നമ്മൾ അവിടെ എന്താണ് കൊടുക്കുന്നത് ആ ഒരു ഭാഗത്തോട്ട് നമ്മുടെ ചൈൽഡ് വിഡ്ജറ്റ് മാറുന്നതായിരിക്കും. സോ നമുക്ക് ഉദാഹരണമായി നമ്മളിവിടെ ബോട്ടം ലെഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബോട്ടം ലെഫ്റ്റ് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്ത് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു തരത്തിൽ നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്തോട്ട് നമ്മുടെ ചൈൽഡ് വിഡ്ജറ്റിന് നമുക്ക് അലൈൻ ചെയ്യാൻ സാധിക്കും. അലൈൻമെൻറ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉപയോഗിച്ച് നമ്മൾ സെൻറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അത് നമ്മുടെ കണ്ടന്റ് സെൻറ്ററിലോട്ട് വരുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് അലൈൻമെൻറ്റ് പ്രോപ്പർട്ടി ഉപയോഗിക്കാം. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഡെക്കറേഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. സോ ഡെക്കറേഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടിക്കുള്ളിൽ നമുക്ക് ഈ നമ്മുടെ കണ്ടെയ്നറിന് ഒരുപാട് മറ്റു സ്റ്റൈലുകൾ നൽകാൻ സാധിക്കും. സോ നമ്മൾ താഴെ വരിക ഡെക്കറേഷൻ. സോ ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന വിഡ്ജറ്റ് എന്ന് പറയുന്നത് ബോക്സ് ഡെക്കറേഷൻ എന്ന് പറയുന്ന വിഡ്ജറ്റാണ് ബോക്സ് ഡെക്കറേഷൻ. സോ ഇതിനുള്ളിൽ വന്നതിന് ശേഷം നമ്മൾ ആദ്യം കൊടുക്കുന്ന പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, സോ ഇതിൽ വന്നു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി കൊടുക്കുന്നതിന് മുമ്പ് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എറർ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, നമുക്കിതുപോലെ ഒരു എറർ ലഭിക്കുന്നതായിരിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കണ്ടിന്യൂ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ എറർ ഇവിടെ നമ്മുടെ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നതായിരിക്കും. കളർ നൾ കനോട്ട് പ്രൊവൈഡ് ബോത്ത് കളർ ആൻഡ് ഡെക്കറേഷൻ. സോ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ കളർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ നമ്മൾ ഡെക്കറേഷൻ പ്രോപ്പർട്ടി കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കളർ അതിനുള്ളിൽ കൊടുക്കേണ്ടതുണ്ട്. സോ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തൽക്കാലം ഇത് കമൻറ്റ് ചെയ്യുക. ഒന്നുകിൽ ഇവിടെ നമുക്ക് 2 ഫോർവേഡ് സ്ലാഷ് കൊടുക്കാം, അല്ലെങ്കിൽ ഈ ലൈനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ കമ്പ്യൂട്ടറിൽ Ctrl+/ പ്രസ് ചെയ്യുക. സോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കമൻറ്റ് ചെയ്യാൻ സാധിക്കും. സോ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കോഡ് പിന്നെ റൺ ആവുകയില്ല. നമ്മൾ കമൻറ്റ് ചെയ്ത ആ ലൈൻ റൺ ആവുകയില്ല. ശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ബോക്സ് ഡെക്കറേഷനുള്ളിൽ വരിക. നമുക്കിവിടെ കളർ സെലക്ട് ചെയ്യാം. സോ നമ്മൾ കളേഴ്സ് ഡോട്ട് നമുക്ക് പർപ്പിൾ എന്ന് പറയുന്ന കളർ കൊടുക്കാം. ഓക്കെ, പർപ്പിൾ എന്ന് പറയുന്ന കളർ കൊടുക്കാം. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കളർ ലഭിക്കുന്നതായിരിക്കും. സോ നമ്മൾ കളർ ഡെക്കറേഷൻ ബോക്സ് ഡെക്കറേഷൻ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ബോക്സ് ഡെക്കറേഷനുള്ളിൽ കളർ കൊടുക്കാൻ ശ്രമിക്കുക. പക്ഷെ നമുക്ക് ഫോണ്ട് സ്റ്റൈൽ ഇപ്പോൾ നമുക്കൊരു കളർ കൂടി കൊടുക്കാം. ഫോണ്ടിന് താഴെ വന്നതിന് ശേഷം ടെക്സ്റ്റ് സ്റ്റൈൽ എന്ന് പറയുന്ന വിഡ്ജറ്റിനുള്ളിൽ വന്നതിന് ശേഷം നമുക്ക് കളേഴ്സ് ഡോട്ട് വൈറ്റ് കൊടുക്കാം. എന്നാൽ നമുക്ക് നല്ല രീതിയിൽ കാണാൻ സാധിക്കും. വൈറ്റ്. സേവ് ചെയ്യാം. സോ നമുക്കിപ്പോൾ ഈ ഒരു രീതിയിൽ ലഭിച്ചു. സോ ബോക്സ് ഡെക്കറേഷനുള്ളിൽ നമ്മൾ കൊടുക്കുന്ന ആദ്യത്തെ നമ്മൾ കളർ കൊടുത്തു കഴിഞ്ഞു. സോ രണ്ടാമത്തെ പ്രോപ്പർട്ടി ബോർഡറാണ്. ബോർഡർ നമുക്ക് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. സോ ബോർഡറിൽ ക്ലിക്ക് ചെയ്യാം. സോ നമുക്കിവിടെ ബോർഡർ എന്ന് പറയുന്ന വിഡ്ജറ്റ് ബോർഡർ ഡോട്ട് ഓൾ എന്ന് പറയുന്ന മെത്തേഡ്, അതിനുള്ളിൽ നമുക്ക് പ്രധാനപ്പെട്ട 2 പ്രോപ്പർട്ടി ഇതിനുള്ളിൽ കൊടുക്കാം. ഒന്ന് കളർ കൊടുക്കാം. കളർ നമുക്ക് കളേഴ്സ് ഡോട്ട് വൈറ്റ് കൊടുക്കാം. വൈറ്റ്. സേവ് ചെയ്യാം. കാണാൻ സാധിക്കുന്നില്ല വൈറ്റ് ആയതുകൊണ്ട്. സോ നമുക്ക് അതിന് പകരമായി നമുക്ക് ബ്ലാക്ക് കൊടുക്കാം. ബ്ലാക്ക് അല്ലെങ്കിൽ യെല്ലോ കൊടുക്കാം. ഓക്കെ, സോ നമുക്ക് യെല്ലോ കൊടുക്കാം. യെല്ലോ. സേവ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ചെറുതായി കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കും. സോ മറ്റൊരു പ്രോപ്പർട്ടി കൂടിയുണ്ട്. സോ അതുകൂടി നമുക്ക് കൊടുക്കാം. വിഡ്ത്ത് എന്ന് പറയുന്ന പ്രോപ്പർട്ടി. സോ വിഡ്ത്ത് നമുക്കൊരു 5 കൊടുക്കാം. സേവ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ കാണാം നമുക്കിവിടെ യെല്ലോ ബോർഡർ നമുക്ക് കാണാൻ സാധിക്കും. സോ 15 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ളൊരു ബോർഡർ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് ബോർഡർ കൊടുക്കാൻ സാധിക്കും. ബോർഡറിൻ്റെ കളർ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാൻ സാധിക്കും. സോ അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ബോർഡർ റേഡിയസ് ആണ്. സോ നമ്മുടെ ഈ ഒരു കണ്ടെയ്നറിന് നമുക്ക് വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഷേപ്പ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. സോ നമ്മളിവിടെ കോമ കൊടുത്ത ശേഷം നമുക്കിവിടെ ബോർഡർ റേഡിയസ്, അതിനുശേഷം ബോർഡർ റേഡിയസ് ഡോട്ട് സർക്കുലർ നമുക്കൊരു 20 കൊടുത്ത് നോക്കാം. സേവ് ചെയ്യാം.
സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു റൗണ്ട് ആയിട്ടുള്ള നമ്മുടെ ബോർഡറിൻ്റെ ഭാഗത്ത് നമുക്ക് റൗണ്ട് ആയിട്ടുള്ള ഒരു സ്റ്റൈൽ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് ഇവിടെ വിഡ്ത്ത് നമുക്കൊരു 5 കൊടുക്കാം. നമുക്ക് വളരെ നല്ല രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ നമുക്കിപ്പോൾ ഒരു റൗണ്ട് ആയിട്ടുള്ളൊരു ബോർഡർ ലഭിച്ചു കഴിഞ്ഞു. സോ നമുക്കിവിടെ ഇനി 50 കൊടുത്ത് നോക്കാം. 50 കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കുന്നതായിരിക്കും. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് നമുക്കിതിനൊരു ഷാഡോ എങ്ങനെ കൊടുക്കാമെന്നാണ്. സോ നമ്മൾ താഴെ വരിക, നമുക്ക് അടുത്ത പ്രോപ്പർട്ടി കൊടുക്കാം, ബോക്സ് ഷാഡോ. സോ ബോക്സ് ഷാഡോക്ക് മുകളിൽ നമ്മൾ മൗസ് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ലിസ്റ്റ് എന്ന് പറയുന്ന അതിൻ്റെ ആർഗ്യുമെൻ്റായി നമ്മൾ കൊടുക്കേണ്ടത് ലിസ്റ്റാണ്. ഓക്കെ, സോ നമ്മളിവിടെ ലിസ്റ്റ് നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, അറേ ഉപയോഗിക്കുന്ന പോലെയാണ് നമ്മൾ ലിസ്റ്റ് ഉപയോഗിക്കുന്നത്. സോ ഒന്നിൽ കൂടുതൽ വാല്യൂസ് ഉണ്ടായിരിക്കും. സോ നമ്മൾ അതുപോലെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുക. അതിനുള്ളിൽ നമ്മൾ കൊടുക്കുന്ന പ്രോപ്പർട്ടി ബോക്സ് ഷാഡോ എന്ന് പറയുന്ന ഈ ഒരു വിഡ്ജറ്റ് കോൾ ചെയ്യുക. സോ ഇതിനുള്ളിൽ ആദ്യം നമുക്ക് കൊടുക്കേണ്ട പ്രോപ്പർട്ടി കളർ. സോ നമ്മൾ കളേഴ്സ് ഡോട്ട് നമുക്ക് ഏത് തരത്തിലുള്ള ഷാഡോയാണ് വേണ്ടത്. സോ നമുക്ക് ബ്ലാക്ക് കളർ കൊടുക്കാം, ബ്ലാക്ക് കളർ. അതിനുശേഷം രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഓഫ്സെറ്റ് ആണ്. ഓഫ്സെറ്റ്. സോ ഇതിന് മുകളിൽ നമ്മൾ മൗസ് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇത് ടൈപ്പ് ഓഫ്സെറ്റ്. സോ നമ്മളിതിന് ഓഫ്സെറ്റ് എന്ന് പറയുന്ന വിഡ്ജറ്റാണ് ആർഗ്യുമെൻ്റായി കൊടുക്കേണ്ടത്. സോ നമ്മളിവിടെ ഓഫ്സെറ്റ്. സോ ഇതിനുള്ളിൽ നമ്മൾ ഡബിൾ DX അതുപോലെ ഡബിൾ DY നമുക്ക് പോയിൻ്റുള്ള നമ്പേഴ്സ് കൊടുക്കാം. DX എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ആണ്, അതുപോലെ DY എന്ന് പറയുന്നത് വെർട്ടിക്കൽ കമ്പോണൻ്റ് ആണ്. സോ നമുക്ക് അതിൻ്റെ വാല്യൂസ് കൊടുക്കാം. സോ ഞാനിവിടെ 10, അതുപോലെ വെർട്ടിക്കൽ ഞാൻ 10 എന്ന് കൊടുക്കുന്നു. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്കതിൻ്റെ ഷാഡോ ലഭിക്കുന്നു. സോ ഞാനിവിടെ ഇനി വെർട്ടിക്കൽ ഞാൻ ഒരു 20 കൊടുത്തു കഴിഞ്ഞാൽ താഴോട്ടുള്ള ഷാഡോ ഇതുപോലെ കൂടുന്നതായിരിക്കും. സോ അതാണ് വെർട്ടിക്കൽ. അതുപോലെ ഹൊറിസോണ്ടൽ നമ്മളൊരു 30 കൊടുത്തു കഴിഞ്ഞാൽ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. ഈ റൈറ്റിലോട്ടുള്ള ഷാഡോ കൂടുന്നതായിരിക്കും. നമുക്ക് 10 തന്നെ കൊടുക്കാം. 10. സോ നമുക്ക് ഇനി ഷാഡോ ബ്ലർ ചെയ്യണമെങ്കിൽ സോ നമ്മളിവിടെ താഴെ വരിക, ബോക്സ് ഷാഡോ, കളർ, അതുപോലെ ഓഫ്സെറ്റ്, അതുപോലെ അടുത്ത പ്രോപ്പർട്ടി നമുക്ക് ബ്ലർ റേഡിയസ് എന്ന് കാണാൻ സാധിക്കും. ബ്ലർ റേഡിയസിൽ സെലക്ട് ചെയ്യുക. ബ്ലർ റേഡിയസിൽ നമ്മളൊരു നമ്പറാണ് കൊടുക്കേണ്ടത്. സോ ഞാനിവിടെ 10 എന്ന് കൊടുക്കുന്നു. സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം നമുക്ക് ഷാഡോയുടെ ആ ഒരു ബ്ലർനെസ് നമുക്കിപ്പോൾ കൂടിയിട്ടുണ്ട്. സോ നമുക്ക് ഉദാഹരണമായി നമുക്കിവിടെ ബ്ലർ റേഡിയസ് നമുക്കൊരു 30 കൊടുക്കാം. സോ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കും. സോ നമുക്ക് ഒരു 20 തന്നെ കൊടുക്കാം. സേവ് ചെയ്യാം. ഓക്കെ, സോ നമുക്കിവിടെ വിഡ്ത്ത് നമുക്കൊരു 2 കൊടുക്കാം. സേവ് ചെയ്യാം. ബോർഡറിൻ്റെ വിഡ്ത്തല്ല, നമുക്ക് ഓഫ്സെറ്റ് നമുക്കൊരു 5 കൊടുക്കാം. സോ നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഷെയ്ഡ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. 5. സേവ് ചെയ്യാം. സോ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കും. നമുക്ക് സാധാരണ നമ്മൾ ആപ്പിലൊക്കെ കാണുന്ന പോലെയുള്ള ഒരു നോർമൽ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഷാഡോ ലഭിച്ചു. സോ ഇത്തരത്തിൽ നമുക്ക് ഡെക്കറേഷൻ എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉപയോഗിക്കാം. ഡെക്കറേഷനിൽ നമുക്ക് ഒരുപാട് നമ്മുടെ കണ്ടെയ്നറുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രോപ്പർട്ടീസ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. സോ നമുക്കിവിടെ ഒരു വാർണിംഗ് കാണിക്കുന്നുണ്ട്. സോ നമ്മൾ അതിന് മുകളിൽ മൗസ് വെച്ച് കഴിഞ്ഞ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ക്വിക്ക് ഫിക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആഡ് കോൺസ്റ്റൻറ്റ് മോഡിഫയർ, കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന കീവേഡ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാർണിംഗ് പോകുന്നതായിരിക്കും. സോ നമുക്ക് തൽക്കാലം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കോൺസ്റ്റൻറ്റ് വരുന്നതായിരിക്കും. ലിസ്റ്റിന് മുമ്പായിട്ട് കോൺസ്റ്റൻറ്റ് വരുന്നതായിരിക്കും. ശേഷം നമുക്ക് സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാർണിംഗ് പോകുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് കണ്ടെയ്നർ വിഡ്ജറ്റ് ഉപയോഗിക്കാം. കണ്ടെയ്നർ വിഡ്ജറ്റ് ഉപയോഗിക്കുന്ന മറ്റൊരുപാട് വിഡ്ജറ്റുകൾ നമുക്ക് അതിനുള്ളിൽ കൊണ്ടുവരാൻ സാധിക്കും. അതിനൊരു പാരൻറ്റ് വിഡ്ജറ്റായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും.